കണക്കില്ലാത്ത പ്രതിഫലമാണ് ക്ഷമക്ക് അള്ളാഹു നൽകുന്ന ഒരു കാര്യം. മറ്റുള്ള സംഗതിയുടെയൊക്കെ പ്രതിഫലം ഏകദേശം പറഞ്ഞിട്ടുണ്ട്, തിട്ടാൻ. പക്ഷെ ക്ഷമയെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. സൂറത്ത് സുമറിന്റെ 10-ാമത്തെ വാക്യം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാശീലർക്ക് അവരുടെ പ്രതിഫലം കൊടുക്കുന്നത് കണക്കില്ലാതെയാണ്. വിശദീകരിക്കാൻ സമയമല്ല, ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. പരീക്ഷണങ്ങളിൽ വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറാൻ തീർച്ചയായിട്ടും ക്ഷമ വേണ്ടി വരും. എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും അവിടെ വിജയം നേടാൻ ക്ഷമ വേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, ബശരി സ്വാബിരീൻ, ഖുർആന്റെ ഒരു പ്രയോഗം, അൽ-ബഖറയുടെ 155. അത് തുടക്കം മുതൽ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, അല്ലേ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ വബശരി സ്വാബിരീൻ. പ്രയാസങ്ങളുടെ വർണ്ണനയാണ്. നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. വലനബ്ലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി, പേടി തരും, SIR വരും, പൗരത്വ നിയമം വരും, വൽ ജൂഇ, വിശപ്പുണ്ടാകും, വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്തിന് ഛേദം വരും, വൽ അൻഫുസി, മരണം സംഭവിക്കും ബന്ധത്തിലും മിത്രങ്ങളിലും, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, ഫലങ്ങൾ നശിക്കും. നല്ല ഉഷാറിൽ കൃഷി ചെയ്ത് നന്നായിട്ട് വളഞ്ഞ് കാത്തിരിക്കുന്ന സമയത്തായിരിക്കും ഇതേ ഇപ്പോൾ വന്നു, ഇനി ഒരിക്കലും റംബുട്ടാൻ തിന്നാൻ പാടില്ല എന്ന് റിപ്പോർട്ട് വരിക. പോയി വിപണി മൂല്യം തകർന്നു, വെറുതെ എടുത്താലും വേണ്ട എന്ന് പറയും. നന്നായിട്ട് മാവ് കൃഷി നടത്തി, എത്ര മെനക്കെടണം. പാലക്കാടൊക്കെ പോയാൽ കാണാം നമുക്ക്, എത്ര മെനക്കെടണം. ഇവിടെ ഞാൻ പാലക്കാട് പോയ സമയത്ത് ഒരു സഹോദരനെ കണ്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, മാവൊക്കെ നല്ല പൂത്തിട്ടുണ്ട്. ഇത് വരക്കണം, കാരണം മാമ്പൂവും കുട്ടികളെയും കണ്ടു കൊതിക്കരുതെന്നൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ളൊരു ശല്യം. നല്ല പൂത്തിട്ടുണ്ട്, ഒരു കാർമേഘം വന്നാൽ മതി, സമറാത്ത് കുറയും. അപ്പോൾ അദ്ദേഹം ദ്വാരക്കാൻ പറയണം, പ്രോഗ്രാമിന് വന്നിട്ട് അദ്ദേഹം കൈ പിടിച്ചിട്ട് പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്ങനെ മാവ്? എനിക്ക് മാവിൻ്റെ കൃഷിയാണ്, കുറേ തൈകളുണ്ട്, മൊത്തം നല്ല പൂത്തിട്ടുണ്ട് ഉസ്താദേ, നഷ്ടം ഇതുവരെ നികത്തിയിട്ടില്ല, ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം. അപ്പോൾ ദ്വാരക്കണം എന്ന മൂപ്പരുടെ വാദം. സത്യമായിട്ടും പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കാർമേഘം വരിക, മൊത്തം കരിഞ്ഞു പോകും. അല്ലെങ്കിൽ മാങ്ങ പഴുത്ത് മൂപ്പത്തി പറിച്ച് നല്ല വില ഉണ്ട്, കിലോയ്ക്ക് 200 കിട്ടുന്നുണ്ട്, ആജാതി നല്ല മാങ്ങകളൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തായിരിക്കും എവിടെയോ നിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ആവലാണിത്, അതുകൊണ്ട് ഇനി ഫ്രൂട്ട്സ് കഴിക്കരുത് എന്ന് വരികയാണ്. സമറാത്തിന് കുറവ് വരും. ബശരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷം അറിയിക്കണം.